എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ജി എം ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ കൊച്ചു വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. എൻ്റെ പിറന്നാളാണ്. അപ്പം 2 ആഴ്ച കഴിഞ്ഞിട്ടോ, ഇപ്പോഴാണ് സമയം കിട്ടിയതൊന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പെട്ടെന്നൊരു പ്രെയർ, ഒരു ബൈബിൾ റീഡിങ് ഒക്കെ, ഒരു സ്ട്രെച്ചിങ് എക്സസൈസൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ സാധാരണ കിച്ചണിലേക്ക് പോകാറുള്ളത്. അപ്പോൾ ആദ്യം പ്രാർത്ഥിക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ ആദ്യം കാണിച്ച ഫ്ലവർ ഡാഫഡിൽസ് ആണ് കേട്ടോ. ഏറ്റവും ആദ്യം സ്പ്രിങ്ങിൽ വിരിയുന്ന ഫ്ലവറാണ്. അപ്പോൾ എൻ്റെ ബർത്ത് ഫ്ലവറും കൂടെയാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുമ്പോൾ ഒരു ന്യൂ ബിഗിനിങ്, ബ്രൈറ്റ്നെസ്, ഹോപ്പ്, അങ്ങനെയൊക്കെ അർത്ഥങ്ങളാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ കളറാണ്. അപ്പോൾ എല്ലായിടത്തും കാണാം, പാർക്കുകളിലൊക്കെ ചെല്ലുമ്പം. അപ്പോൾ അത് വീണ്ടും അടുത്ത വർഷം നമ്മളൊന്നും ചെയ്യേണ്ട, അതിൻ്റെ കിഴങ്ങ് മണ്ണിൽ കിടന്ന് വീണ്ടും വിരിഞ്ഞു വരുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വിത്തുകൾ പാകിയിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൽ, അത് വിരിഞ്ഞ് നിൽക്കുന്നതാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ രാവിലെ പ്രെയറൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്കാണ് ഇവിടെ കത്തീഡ്രൽ ചർച്ചിൽ പോകുന്നുണ്ട് ഞാൻ. അപ്പോൾ പ്രാർത്ഥിച്ച് കഴിയട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്തായിരുന്നു, ലഞ്ചിന് എന്തായിരുന്നു, ഡിന്നറിന് എന്താണ് എന്നൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഒരു ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരു കൊച്ചു മധുരവും ഇടയ്ക്കുണ്ട് കേട്ടോ. അപ്പം ഞാൻ ബൈബിൾ വായിക്കട്ടെ. വീട്ടിൽ അവധിയുള്ള ദിവസമാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ബൈബിൾ വായിക്കും, അല്ലെങ്കിൽ പെട്ടെന്നൊരു സങ്കീർത്തനങ്ങളിൽ എന്തെങ്കിലും വായിച്ചിട്ട് പോകും. ഈവനിങ്ങിലാണ്, മോർണിംഗിൽ എപ്പോഴാണ് സമയം കിട്ടുന്നതിനനുസരിച്ച്. അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിക്കാൻ അവരുടെ ഭാഷ കലക്കി കളയുക എന്നാലും ചെയ്തു. അങ്ങനെ യഹോവ അവരെ അവിടെ നിന്നും ഭൂതലത്തിലെങ്ങും ചിരിച്ചു. അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു. സർവ്വഭൂമിയിലേക്കും ഭാഷ യഹോവ അവിടെ വെച്ച് കലക്കി കളഞ്ഞതിനാൽ അതിന് ബാബേൽ എന്ന പേരായി. യഹോവ അവരെ അവിടെ നിന്നും ഭൂതലത്തിൽ എങ്ങും ചിരിച്ചു കളഞ്ഞു. അപ്പോൾ പ്രാർത്ഥനയും ബൈബിൾ റീഡിങ്ങും ഒക്കെ കഴിഞ്ഞ് സാധാരണ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ എല്ലാവരും ഉണ്ട്. ഇപ്പം സമയം കിട്ടുവാണെങ്കിൽ ഞാൻ യോഗ ചെയ്യാറുണ്ട് കേട്ടോ. എല്ലാ ദിവസവും കൺസിസ്റ്റൻസി ആയിട്ടൊന്നും ചെയ്യാറില്ല, എങ്കിലും ഒരു സ്ട്രെച്ചിങ് എക്സസൈസ്, സൂര്യ നമസ്കാരം എന്നൊക്കെ പറയാം, ഞാൻ എൻ്റേതായ ഒരു വേഷനിലാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രെച്ചിങ് എക്സസൈസൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ അപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം മുട്ടക്കറിയാണ് കേട്ടോ. അപ്പം ബർത്ത്ഡേക്ക് കുറച്ച് ഗിഫ്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കാണിച്ചു തരാം കേട്ടോ. ഞാനങ്ങനെ ഒരുപാട് വലിയ സെലിബ്രേഷനൊന്നും താല്പര്യമില്ലാത്ത ആളാണ്. എങ്കിലും കുട്ടികളും നമ്മുടെ ബന്ധുക്കളൊക്കെ നമുക്ക് ഗിഫ്റ്റ് തരുമ്പോൾ ഒരു സന്തോഷം തന്നെയാണല്ലേ. അപ്പോൾ എൻ്റെ രാവിലത്തെ കാര്യക്രമങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണിലെത്തിയിട്ടാണ്. അപ്പത്തിന് കുഴപ്പമില്ല, അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട്. തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഒത്തിരി അങ്ങ് പൊന്തി വന്നിട്ടില്ല, എന്നാലും പുളിച്ചിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ഇച്ചിരി പൊന്തിയായിരുന്നു, ഞാനൊന്ന് ഇളക്കിയതാണിത്. ഞാൻ അപ്പം ചുട്ട് മുട്ടക്കറിയും റെഡിയാക്കി എടുക്കണം, അതാണ് അടുത്ത പരിപാടി. അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണുന്നു. മുട്ടക്കറിയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഉണ്ടാക്കാൻ. അപ്പോൾ മുട്ടപ്പൊടി ഞാൻ വെച്ചു. മസാല ടീയാവാം, നവതി ആയതുകൊണ്ട് പീസ്ഫുള്ളായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് കോസ്കോയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ സിനമൺ പൗഡർ കോസ്കോയിൽ നിന്ന് മേടിച്ച് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ മസാല ടീ ഉണ്ടാക്കുമ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഇടും. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കൊടുക്കും മസാല ടീക്ക്. മസാല ടീക്ക് റെസിപ്പിയൊക്കെ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിൽ എനിക്ക് മസാല ടീ രാവിലെ നല്ലതാണ് കേട്ടോ, ഹെൽത്തിയാണ്. അപ്പോൾ ഗ്രാമ്പൂ, സിനമൺ, കറുവാപ്പട്ടയുടെ പൊടി, പിന്നെ ഏലക്ക, കുരുമുളക്, ഇഞ്ചി അതെല്ലാം ഇട്ട് ഒന്ന് തിളപ്പിച്ച് കുറച്ച് വറ്റിച്ചെടുത്തിട്ട് പാല് ചേർത്ത് തീർച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം കുട്ടികൾക്കുള്ളത് ഞങ്ങൾ കുട്ടിയപ്പമായിട്ട് 2-3 ചുട്ടെടുക്കാം. അവർക്ക് അപ്പം ഇഷ്ടമാണ് കേട്ടോ. അപ്പം സൈമൾട്ടേനിയസിലായിട്ട് അപ്പം മുതൽക്ക് മസാല ടീ വെച്ചിട്ടുണ്ട്. മുട്ടയുടെ ഗ്രേവി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് മൾട്ടി ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് വേണം ഉച്ചയാകുമ്പോഴത്തേക്കും പള്ളിയിൽ പോകണം. ഇവിടെ തൊട്ടടുത്താണ് കത്തീഡ്രൽ ചർച്ച്. അതൊരു ആർമി ചർച്ചാണ്, ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ചർച്ചാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിടെ പിന്നെ വലിയ കത്തീഡ്രലാണ്, ഭയങ്കര ഒരു ഹോളി ഫീലിംഗാണ്. ചില പള്ളികളിൽ പോകുമ്പോൾ നമുക്കൊരു പ്രത്യേകതയില്ല അതുപോലെ.
മസാലപ്പൊടികളൊക്കെ ഇട്ടേ. അപ്പോൾ അപ്പം ഏകദേശം ചുട്ട് കഴിഞ്ഞു. ഇനി ഞാൻ മസാല ചായ അടിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ മസാല ചായ എടുക്കുമ്പോൾ എനിക്കിപ്പോഴും ഒരു ഇച്ചിരി ഷുഗർ ചേർക്കണം തോന്നുന്നു. അല്ലാത്ത ചായയിൽ എനിക്ക് ഷുഗർ ചേർക്കാൻ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ അതിനൊരു അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ്. ഒരുപാട് പഞ്ചസാരയല്ല, എന്നാലും ഒരു ടീസ്പൂൺ ചേർക്കും കേട്ടോ ഞാൻ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പം മുട്ടക്കറിയും മസാല ടീയൊക്കെ റെഡിയായി. ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. അടിപൊളി മസാല ടീ. അപ്പോൾ മുട്ടക്കറിയും സൂപ്പറായിരുന്നു കേട്ടോ. നോയമ്പാണ്, പക്ഷേ മുട്ടയ്ക്ക് നോയമ്പ് എടുക്കുന്നില്ല കേട്ടോ. ഈ മുട്ട ഒത്തിരി ഇഷ്ടമുള്ള കാര്യമല്ല, അത് പ്രോട്ടീനും വേണമല്ലോ. അപ്പോൾ കുറച്ച് മുട്ട ഞാൻ കീറിയിട്ടു മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി. രണ്ടെണ്ണം മുറിക്കാതെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം മുട്ടക്കറി ടീ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ്, എനിക്ക് തന്ന ഗിഫ്റ്റൊക്കെ ട്രൈ ചെയ്യാട്ടോ. ഒരു നെക്ക് പീസ് തന്നിട്ടുണ്ടായിരുന്നു, ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം സ്വസ്ഥത. സാധാരണ ഇങ്ങനെയൊന്നും ഇരിക്കാൻ സമയം കിട്ടാറില്ല. നല്ല ഒരു മാരത്തൺ റണ്ണ് പോലെയാണ് നമ്മൾ. അപ്പോൾ ഇന്ന് വേറെ ഒരു പരിപാടിയില്ല, വീട്ടിൽ തന്നെ ഇരിക്കുക എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് പള്ളിയിൽ പോകുന്നുണ്ട്. അല്ലാതെ ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഡേ ആയിരുന്നു. സാധാരണ കുട്ടികളൊക്കെ ഉള്ളപ്പോൾ ആരെങ്കിലും ബർത്ത്ഡേക്ക് പുറത്ത് പോയി കഴിക്കാറുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ അവർ അലീന വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ അലീനയുടെ വന്നിട്ട് പുറത്ത് പോകുന്നുള്ളൂ. പിന്നെ നോയമ്പൊക്കെ ആണല്ലോ. അപ്പോൾ ഹാജിയുടെ നെക്ക് പീസ് ബ്യൂട്ടിഫുള്ളായിരുന്നു. കാണിക്കാം കേട്ടോ. പള്ളിയിൽ പോകുമ്പോൾ എടുത്ത് കാണിക്കാം. ഇതുപോലെ ഇരിക്കും. പിന്നെ എനിക്കൊരു പെർഫ്യൂം ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സർപ്രൈസ് ഗിഫ്റ്റും കിട്ടി. പിന്നീട് ഇപ്പോൾ പള്ളിയിൽ പോകാൻ റെഡിയായി. താമസിച്ചു ഞങ്ങളൊരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് നടക്കാനുള്ളൂ കേട്ടോ. നമ്മൾ പൈസ കിട്ടി ഇറങ്ങട്ടെ പെട്ടെന്ന്. ചേട്ടായി ഓൾറെഡി നടന്നു തുടങ്ങി. വണ്ടിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇവിടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ പള്ളിയുടെ അറ്റം കാണാം. കുറച്ച് അടുത്താണ്. അപ്പം നിങ്ങൾ നടക്കട്ടെ, നടന്നാൽ പോരാ, ഇനി ഓടണം അവിടെ എത്തണമെങ്കിൽ. ജസ്റ്റ് റോഡ് ക്രോസ് ചെയ്ത് അങ്ങേറ്റത്ത്, ഈ റോഡിൻ്റെ അങ്ങേറ്റത്താണ് കേട്ടോ. ചെറിയൊരു തണുപ്പുണ്ട്. രാവിലെ മൂടിയാണ് നിൽക്കുന്നത്. വലിയ വെയിലായിട്ടില്ല. സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് തണുപ്പൊക്കെ പള്ളി മാറി വരുന്നുള്ളൂ. ഞാൻ ഓടത്തിട്ടോ, എന്നാലും അവിടെ എത്തുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ പോകാൻ അതേപറ്റി 5 മിനിറ്റ് താമസിച്ചു. അപ്പം ഏകദേശം എത്താറായി. ഇവിടെ പണ്ട് ആർമിയുടെ ഏരിയ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ വലിയ സ്റ്റാച്ചു ഒക്കെ നിൽക്കുന്നുണ്ട്. സിംഹം ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നുണ്ട് സ്റ്റാച്ചുവിൽ. അത് ഞങ്ങൾക്ക് പള്ളി എത്തി. ഇവിടുത്തെ വേറൊരു ക്രോസിങ് കൂടെ കഴിഞ്ഞാൽ പള്ളിയിലെത്തി. കത്തീഡ്രൽ ചർച്ചിലെത്തി. ചെന്നപ്പോഴത്തേക്കും തുടങ്ങിയായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ന്യൂ ബിൽഡിങ്സ് വീണ്ടും വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ബിൽഡിങ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സൈഡിൽ. അപ്പോൾ ചർച്ചിൻ്റെ ഫ്രണ്ടിലും കാണാം കണ്ടോ, ഡാഫഡിൽസിൻ്റെ ഒരു കൂട്ടമായിട്ട് നിൽക്കുന്നു. ബ്യൂട്ടിഫുള്ളാണ് ഇത്. നല്ല പച്ചപ്പിൽ ഇങ്ങനെ മഞ്ഞ കളർ പൂക്കൾ നിൽക്കുന്നതാണ് നല്ല ഭംഗി. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ കയറട്ടെ. ഒരുപാട് പഴയ ചർച്ചാണ് കേട്ടോ. ചർച്ച്. അപ്പോൾ പള്ളിയിൽ കുർബാന കഴിഞ്ഞിട്ട് കൊണ്ടിറങ്ങി തിരിച്ച് വീട്ടിലേക്ക് വന്നിരിക്കുന്നുണ്ട്.
അപ്പോൾ രാവിലെ തന്നെ ഞാൻ സൂപ്പിനുള്ള കാര്യങ്ങളൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അത് കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്നലെ സൂപ്പാക്കാമെന്ന് വിചാരിച്ചു സിമ്പിളായിട്ട്. അപ്പോൾ ഇവിടെ മരം മുറിച്ചിട്ട് ഇങ്ങനെ വെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ, കത്തിക്കാനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി. അപ്പോൾ തിരിച്ച് വീട്ടിലെത്തിയപ്പം ജാസ്മിൻ കുറച്ച് ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പുറത്ത് നടാനുണ്ട്. അപ്പോൾ വീട്ടിൽ കയറുന്നതിന് മുമ്പ് അതങ്ങ് നട്ടിട്ട് കയറുന്നതാണ്. നാട്ടിലെ മുല്ലപ്പൂവ് പോലെയല്ല കേട്ടോ, അത് വളരെ ചെറിയ സൈസ് മുല്ലപ്പൂവാണ് ഇവിടെ. പക്ഷെ ഭയങ്കര മണമാണ് കേട്ടോ, കൂട്ടമായിട്ട് നിൽക്കും. നമ്മുടെ മുല്ലപ്പൂ പെട്ടെന്ന് കൊഴിഞ്ഞു പോകില്ല. ഇതിങ്ങനെ ഉണ്ടായാൽ അതിങ്ങനെ കുറേ നാൾ കാണും. ചേട്ടായി ഓൾറെഡി അവിടെ കുഴി എടുത്ത് തുടങ്ങി, കമ്പോസ്റ്റൊക്കെ ഇട്ട് തുടങ്ങി. അപ്പോൾ ഇപ്പോൾ 2-3 ഇങ്ങനെ ഫ്രണ്ടിലെ വേലിക്ക് കയറ്റാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ തോരണം നട്ടിട്ടുണ്ട്, അതിങ്ങനെ മുളച്ച് വന്ന് തുടങ്ങിയുള്ളൂ. നല്ല ഭംഗി അതുണ്ടായി, ഇങ്ങനെ കൊല കുത്തി കിടക്കുന്നതാണ്. ചെറുതായിപ്പോയി അല്പം, കുഴപ്പമില്ല, വളർന്നു വന്നോളുമായിരിക്കും. 2-3 അവിടെ ഇങ്ങനെ വെച്ചു കേട്ടോ. അതിനകത്ത് ഇച്ചിരി കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുക. ഞാൻ ഓരോന്നരം അത് ചെടിയുടെ റീജറിയാലോ. ഓക്കെ, ചെടിയുടെ പ്രായം അറിയാൻ പറ്റും. വെരി ലൈറ്റ് വെയിറ്റ്. ചെടി നട്ടു തിരിച്ചു വെക്കണേ, ആ സൈഡിലേക്ക് തിരിച്ചു. So that means it's not mine. Let me just put it back again. That way? Or that other way? This way. പിന്നെ കുറേ ലില്ലിയുടെ ബഡ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതിനൊക്കെ ഇട്ടു. അപ്പോൾ ചോറ് കഴിക്കട്ടെ കേട്ടോ. കറികളൊക്കെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. ഇന്ന് വേറെ വലിയ കുക്കിങ്ങൊന്നുമില്ല. ബീട്രൂട്ട് തോരൻ, പിന്നെ വാഴയ്ക്കയും വൻപയറും കൂടെ മെഴുക്ക് വരട്ടി, പിന്നെ ഇച്ചിരി നാരങ്ങ അച്ചാർ, പിന്നെ ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കിയത് ഇച്ചിരി. ഇപ്പോൾ തൈരിട്ട് കണ്ടല്ലോ അത്. അപ്പോൾ എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് വന്നു കേട്ടോ. അലീന അയച്ചതാണ് ബർത്ത്ഡേക്ക്. അത് സംതിങ് പ്രഷ്യസ് ആണ് കേട്ടോ. അലീന അയക്കുമ്പോൾ പറയുന്നില്ല, ബർത്ത്ഡേ ഡേറ്റിൽ തന്നെ എനിക്ക് ഡെലിവറി വന്നു. ഞാൻ ഇന്ന് ഓർക്കുന്നായിരുന്നു ഇലക്ട്രിക് ബ്ലാങ്കറ്റ് മേടിക്കണമെന്ന്. ഇതുവരെ മേടിച്ചില്ല, എനിക്കൊരു പേടിയായിരുന്നു അത് യൂസ് ചെയ്യാൻ. അപ്പോൾ അലീനയ്ക്കറിയാം. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞാൽ സമ്മതിക്കില്ലാത്തതുകൊണ്ടത് ഡെലിവറി ചെയ്ത് തന്നു എനിക്ക്. ബ്യൂട്ടിഫുൾ ഗ്രേ കളർ, എനിക്കിഷ്ടമുള്ളൊരു കളറ്. അപ്പോൾ അതൊന്ന് തുറന്ന് നോക്കട്ടെ. അലീന എല്ലാവരുടെയും ബർത്ത്ഡേക്കൊക്കെ യൂണിൽ പോയി തുടങ്ങി. പിന്നെ ഗിഫ്റ്റുകൾ ഓൺ ദ ഡേ ഡെലിവറി ചെയ്ത് തരും കേട്ടോ. അപ്പോൾ അത് എടുത്ത് നോക്കി, അകത്ത് വൈറ്റ് കളർ സോഫ്റ്റ് ബ്ലാങ്കറ്റ്. ഇപ്പോൾ വിൻ്ററിൽ ഞാൻ ഓൺ ചെയ്ത് നോക്കി, നല്ല കോസിയായിട്ടിരുന്ന് മൂവിയൊക്കെ കാണാൻ പറ്റിയ സാധനം. പിന്നെ എടുത്ത് വെക്കട്ടെ കേട്ടോ. ചേട്ടൻ ഇന്ന് പുറത്ത് പോകാൻ നോക്കുവാണ്. പുറത്തൊന്ന് പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കാം. മരത്തിൻ്റെ ചില്ലയിൽ നിറയെ പക്ഷികളിരിക്കുന്നു കേട്ടോ. അത് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഞാൻ ക്രിക്കറ്റ് കാണാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. നല്ല മാച്ചായിരുന്നു, കുറേ നാളായി ഇങ്ങനെ ചുമ്മായിരുന്നു ക്രിക്കറ്റ് കണ്ടിട്ട്. അപ്പോൾ ഞാനൊരു സ്വീറ്റ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ രാവിലെ റെഡിയായി, പള്ളി പോണതിന് മുമ്പ് റെഡിയാക്കി വെച്ചിട്ട് പോയതാണ് കേട്ടോ. മത്തങ്ങ, ഇത് ബട്ടർനട്ട് മത്തങ്ങയുടെ ഒരു നീളത്തിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് സൂപ്പ് ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ. സാധാരണ മത്തങ്ങേനേക്കാളും എനിക്ക് മുറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. സൂപ്പ് ഉണ്ടാക്കാൻ പിന്നെ ചെറിയ കഷ്ണങ്ങളാകുന്നുണ്ടാവും, ഭയങ്കര കട്ടിയാണല്ലോ പുറത്ത്. അപ്പം ഞാനിത് റോസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ സൂപ്പ് ഉണ്ടാക്കുന്നത്. ഇപ്പം രണ്ടായിട്ട് കൃത്യം നടുക്കിൽ കട്ട് ചെയ്യണം എന്നോർത്ത് കട്ട് ചെയ്തതാണ്. പക്ഷെ കട്ട് ചെയ്ത് വന്നപ്പോൾ ഒരെണ്ണം വലിപ്പമുള്ളതും ഒരെണ്ണം ചെറുതുമായിപ്പോയി. അപ്പോൾ ഇതിനൊന്നുകൂടെ കട്ട് ചെയ്യും. അപ്പോൾ കുരുകളൊക്കെ കളഞ്ഞ് ഉപ്പ്, കുരുമുളക്, ചുമ്മാ അല്പം ഒലിവ് ഓയിലും കൂടി പുരട്ടിയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ റോസ്റ്റ് ചെയ്തിട്ട് സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സിമ്പിളായിട്ട് അങ്ങനെ ആക്കാം.
ഓക്കെ, അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റോസ്റ്റ് ചെയ്തത് എല്ലാം കൂടെ ഒന്ന് വഴറ്റി സൂപ്പാക്കാൻ ഈസിയാണ് കേട്ടോ. പിന്നെ അപ്പോൾ TV വാച്ചിങ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് ഫോൺ കോൾസൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സൂപ്പ് കുടിച്ച് കിടന്നു. അപ്പോൾ സൂപ്പ് ഞാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് ഒന്ന് പെട്ടെന്ന് കാണിക്കാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇത് രണ്ടായിട്ടൊന്നുകൂടി മുറിച്ച് എന്നാലാണ് അത് പെട്ടെന്ന് റോസ്റ്റായി കിട്ടുള്ളൂ. ഒരു 20 to 30 മിനിറ്റ് വയ്ക്കുമ്പോഴത്തേക്കും റോസ്റ്റ് ആയിട്ടോ. ഞാൻ ഒരു ക്യാരറ്റും ചേർത്തിട്ടുണ്ടോ. ക്യാരറ്റില്ലെങ്കിൽ ആപ്പിലേക്ക് ചേർക്കാം കേട്ടോ. മദേഴ്സ് ഡേക്ക് കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ. നമുക്ക് ഒരു ട്വിൻ പാൻ, നല്ല കട്ടി കുറവായിരുന്നു, ഹാഫ് പ്രൈസ് ആയിരുന്നു, നല്ല സൂപ്പർ പാനായിരുന്നു കേട്ടോ അത്.
ഇവിടെ ഞാൻ മേടിച്ചങ്ങനെ സത്യം ഓർക്കുന്നില്ലത് ഈ ബ്രാൻഡാണ്. അപ്പം ഒരു വലിയ ഒനിയന്, ഒരു വലിയ കുടം വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് മസാല നമ്മൾ സൂപ്പ് റെഡിയാക്കാൻ പോകും. 2 മടിയായതുകൊണ്ട്, ബ്രോത്ത് ഉണ്ടാക്കാൻ മടിയായതുകൊണ്ട് ഞാൻ വെജിറ്റബിൾ ക്യൂബ്സാണ് ചേർക്കുന്നത്. അപ്പോൾ കുരുമുളക് പൊടി വേണം. പിന്നെ അപ്പോൾ നമുക്ക് റെഡിയാക്കാൻ തുടങ്ങാം. പിന്നെ ഞാനൊരു കാസ്റ്റ് അയണിൻ്റെ പാനിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനകത്തേക്ക് ആവശ്യത്തിന് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തു. പെപ്പർ പൗഡറും ചേർക്കുന്നുണ്ട് കേട്ടോ. പെപ്പർ പൗഡർ നമ്മുടെ പപ്രിക്ക പൗഡർ. അപ്പോൾ എടുത്ത് വെച്ചിരുന്ന ഒരു കുടം വെളുത്തുള്ളിയാണ് ഏറ്റവും നല്ല ഫ്ലേവർ കൊടുക്കും. ചതച്ച കുരുമുളക് പൊടി, പെപ്പർ പൗഡർ ഇല്ലെങ്കിൽ കാശ്മീരി ചില്ലി ചേർക്കാം, ഗരം മസാല ചേർക്കാം, ഫ്ലേവർ ഓൾട്ടർ ചെയ്യാം നമുക്ക്. പിന്നെ നമ്മൾ ഇങ്ങനെ ഒത്തിരി വഴറ്റി ഒത്തിരി ഒന്ന് ബ്രൗൺ കളർ ആക്കരുത് കേട്ടോ. അപ്പോൾ പയ്യൊന്ന് സോട്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഒനിയനും ചേർത്ത് കൊടുത്തു വഴറ്റിയെടുക്കാം. അപ്പം നമ്മൾ പറഞ്ഞാൽ പപ്രിക്ക പൗഡറാണ് കേട്ടോ, സ്മോക്ഡ് പപ്രിക്ക പൗഡർ. നല്ല ഫ്ലേവർ കൊടുക്കട്ടെ സൂപ്പുകൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ബട്ടർനട്ട് സ്ക്വാഷ് സൂപ്പിന്. അപ്പോൾ ഇത് പയ്യൊന്ന് വാടി വരട്ടെ. നമ്മുടെ റോസ്റ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ബട്ടർനട്ട് സ്ക്വാഷ് നമ്മൾ സ്കൂപ്പ് ചെയ്തിട്ട് എടുത്താൽ മതി. പിന്നെ ഞാൻ ക്യാരറ്റും പയ്യൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. ഒനിയൻ നമുക്ക് നമ്മുടെ ഗാർലിക്കും റോസ്റ്റ് ചെയ്താൽ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ മറന്നുപോയി, കുഴപ്പമില്ല, ഇതിനകത്ത് കിടന്ന് റോസ്റ്റ് ആയിക്കോളും. ഞാൻ ആവശ്യത്തിനൊരു പിങ്ക് സോൾട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഓരോ പൊടികൾ ചേർത്ത് കൊടുക്കുക. ബ്ലാക്ക് പെപ്പർ, ഗരം മസാല പൊടിച്ചെടുത്ത പൊടിയാണ് കേട്ടോ. പിന്നെ പെപ്പർ പൊടി എല്ലാം ടീസ്പൂൺ ചേർത്തു. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തൊന്ന് വഴറ്റി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കാം. ബ്രോത്ത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇപ്പോഴും ഹെൽത്തി ആയിരിക്കും. ഞാൻ വെജിറ്റബിൾ ക്യൂബ്സ് എടുത്ത് റെഡിയാക്കി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞ് നമ്മൾ ഈ ഔട്ടർ ലെയർ നന്നായിട്ട് കഴുകി കുഴപ്പമില്ലാതെ ചേർത്താലും, പക്ഷേ ഞാൻ അതിൻ്റെ ഔട്ടർ ലെയർ മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം സ്കൂപ്പ് ചെയ്തിട്ടിട്ട് വരട്ടെ. ക്യൂബ് വെജിറ്റബിൾ ക്യൂബ്സ് 2 ചേർത്ത് കൊടുക്കണം. നമ്മൾ തന്നെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ ഇത് കുറുകി വരും, അതുകൊണ്ട് അതനുസരിച്ച് വെള്ളം ചേർക്കാം. ഒറ്റ അളവൊന്നുമില്ല, നമുക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി ബാലൻസ് ചെയ്തെടുക്കാം. അഥവാ ഒരുപാട് ലൂസാവാതെ എടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരട്ടെ കേട്ടോ. നന്നായിട്ട് തിളക്കണം. തിളച്ചൽപ്പം ഒന്ന് വരട്ടെ. ക്യാരറ്റും ചേർത്തിട്ടോ ഞാൻ എൻ്റെ കൂടെ. അപ്പോൾ ക്യാരറ്റിൻ്റെ ഒരു ചെറിയ മധുരം കൊണ്ട് വരുമ്പോൾ നല്ല, ക്യാരറ്റില്ലെങ്കിൽ ഒരു ചെറിയ പച്ച ആപ്പിൾ ചേർത്താലും മതി പുളിയുള്ള. ഉപ്പൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ വേണമെങ്കിൽ. നന്നായിട്ട് തിളച്ച് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം സാധനങ്ങൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ സൂപ്പാക്കി എടുക്കാൻ എളുപ്പമാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ തന്നെ ഇതെല്ലാം റെഡിയാക്കി വെച്ചായിരുന്നു ഞാൻ. പിന്നെ ഒരു മൂവിയൊക്കെ കണ്ടിരുന്നതുകൊണ്ട് കഴിക്കുന്നതിന് മുമ്പ് റെഡിയാക്കി എടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് കാണിച്ചിരുന്നുണ്ട്. നല്ല സ്മൂത്ത് സൂപ്പ് റെഡി. അവസാനം ഇച്ചിരി കുരുമുളക് പൊടി തൂറാം. പിന്നെ മത്തങ്ങ സൂപ്പല്ലേ, അപ്പോൾ നമ്മുടെ മത്തങ്ങ കുരു വെച്ചൊന്ന് ഡെക്കറേഷനും ചെയ്തേക്കാം. ഞാൻ സൂപ്പ് കുടിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും മറന്നു പോലെ. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനടി വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് DNB Vlogs.
ബൈ.